വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് കുമ്പള സ്കൂളിൽ നിർത്തിവെപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ മൂകാഭിനയം നാളെ അവതരിപ്പിക്കും. സ്കൂളിൽ ഉച്ചയ്ക്ക് 12-നാണ് മൂകാഭിനയം അവതരിപ്പിക്കുക. വിവാദത്തോടെ നിർത്തിവെച്ച കലോത്സവം നാളെ രാവിലെ മുതൽ തുടങ്ങും. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കാസർഗോഡ് കുമ്പള സ്കൂളിൽ നിർത്തിവെപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ മൂകാഭിനയം നാളെ വീണ്ടും അവതരിപ്പിക്കും. മുമ്പ് തന്നെയാണ് വന്നത്. അധ്യാപകരെ അനുകൂലമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ നിർത്തിവെപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ മൂകാഭിനയം തുടങ്ങാൻ തീരുമാനമായിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണോ വീണ്ടും ഇത് തുടങ്ങുന്നത്? വിവാദങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതായത് ഈ മൈം നിർത്തിവെച്ചതിലും അധ്യാപകന്റെ നടപടിയിലും വ്യാപകമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും മൈം അവതരിപ്പിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടാണ് ഇത്തരത്തിൽ മൈം വീണ്ടും അവതരിപ്പിക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അധ്യാപകൻ കർട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം മാത്രമായിരിക്കും ഇത്തരത്തിൽ അവതരിപ്പിക്കുക. മാത്രമല്ല, ഒരു ദിവസം മാത്രമാണ് ഈ കലോത്സവം നടത്തപ്പെട്ടത്. ഒരു ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയുള്ള മത്സരങ്ങൾ കൂടി നാളെ രാവിലെ മുതൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ മൈം ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ ഇതിന്റെ ഭാരവാഹികൾ അടക്കം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആരോപണ വിധേയരായ 2 അധ്യാപകരെയും ഇവിടെ നിന്ന് മാറ്റി നിർത്താനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. നാളെ രാവിലെ മുതൽ കലോത്സവം പുനരാരംഭിക്കും. മാത്രമല്ല, വിവാദമായ ഈ മൈം അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. അരുണിമ. ശരി, കാസർഗോഡ് കുമ്പള സ്കൂളിൽ നിർത്തിവെപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ മൂകാഭിനയം നാളെ വീണ്ടും അവതരിപ്പിക്കും. സ്കൂളിൽ ഉച്ചയ്ക്ക് 12-നാണ് മൂകാഭിനയം അവതരിപ്പിക്കുക. വിവാദത്തോടെ നിർത്തിവെച്ച കലോത്സവവും നാളെ രാവിലെ മുതൽ തുടങ്ങും. വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.